BJP വക്താവ് അഡ്വക്കേറ്റ് പി ശ്യാംരാജിലേക്കാണ്. ശ്യാംരാജ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിലീസ് പുറത്തിറക്കിയത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കണക്കനുസരിച്ച് മൊത്തം 7,45,26,858 വോട്ടർമാരാണ് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ 71% പോളിംഗ്, അതായത് 51-ന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഒന്നാം ഘട്ടത്തിന് ശേഷമായാലും രണ്ടാം ഘട്ടത്തിന് ശേഷമായാലും 0 റീപോൾസ്, അതായത് ഒരു ബൂത്തിൽ പോലും റീപോൾ നടന്നിട്ടില്ല. മാത്രവുമല്ല, SIRന്റെ ശേഷം 0 അപ്പീൽസ്, അതായത് SIR നടത്തി അതിനെതിരെ ഒരു അപ്പീൽ പോലും ബീഹാറിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് 62 ലക്ഷം വോട്ടർമാരെ വെട്ടിനിരത്തിക്കൊണ്ടാണ് ഈ മഹാവിജയം BJP നേടിയത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിച്ചതുകൊണ്ടാണ് എന്നുള്ള ബാലിശമായ വാദങ്ങൾ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ വക്താക്കൾ ഉയർത്തുന്നത്. ശ്യാംരാജ്, ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? നോക്കൂ, ഈ ഇന്ത്യൻ ജനത തന്നെ, ബീഹാറിലെ ജനത തന്നെ ആ വാദങ്ങളെയൊക്കെ തൂത്തെറിഞ്ഞു കളഞ്ഞില്ലേ? അതിദയനീയമായിട്ട് നിങ്ങളൊന്ന് ഈ രാജ്യം ഭരിക്കാൻ പോയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ പോലും വരാൻ വേണ്ടിയിട്ടുള്ള ആളുകളില്ല എന്ന് പറഞ്ഞിട്ട് ബീഹാറി ജനത പൂർണ്ണമായിട്ടും ഇവിടെ തൂത്തെറിഞ്ഞില്ലേ? എന്തൊരു പരാജയമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. 19 സീറ്റിൽ കിടന്നിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഇന്നിപ്പോൾ ഈ അവസാനം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 2 സീറ്റിൽ ലീഡിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി തോൽവിയിൽ സെഞ്ചുറി അടിച്ചിരിക്കലാണ്. ആ തോൽവിയിൽ സെഞ്ചുറി അടിച്ച രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെ കോൺഗ്രസ്കാരുടെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പരാജയത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം പറയണം. ആ കാരണമല്ലെന്ന് ഈ വോട്ട് ചോരി. അതല്ലാതെ നാളിതുവരെയായിട്ട് ഇവർക്ക് ഈ വോട്ട് ചോരി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ എന്ത് തെളിവ് ആർക്ക് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കൂല, കോടതിയിൽ പോകൂല. എന്നിട്ട് ഇവർ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാലേഗാവ് സെൻട്രലിൽ ഇവർ കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറഞ്ഞ അവിടെ 20,000-ഓളം വരുന്ന ആളുകളെ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്, വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അവിടുത്തെ നിയമസഭാ സെക്ടറിൽ, ആ നിയമസഭാ സെക്ടറിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPക്ക് കിട്ടിയത് 3,500-4,000 വോട്ടും കോൺഗ്രസിന് കിട്ടിയത് 2 ലക്ഷത്തിനടുത്തുണ്ട്, 1,98,000 വോട്ടും എന്താണ് കിട്ടിയിട്ടുള്ളത്. അതായത് 20,000 വോട്ടുകൾ വ്യാജമായിട്ട് ചേർക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് പറയുന്ന മണ്ഡലത്തിൽ BJPക്ക് 4,500 വോട്ട്, ബാക്കി മൊത്തം 2 ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണെന്നേ എന്ന് പറഞ്ഞാൽ അവിടെ ആരാ വോട്ട് ചേർത്തത്? ഇനി ബീഹാറിലോട്ട് വരാം. ബീഹാറിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ബീഹാറിൽ അവിടുത്തെ ജില്ലാ പരിഷത്തിന്റെ വൈസ് ചെയർമാനായിട്ടുള്ള ഒരു അജയ്, അതിന്റെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെ 66, അദ്ദേഹത്തിന്റെ വീട്ടു നമ്പറിൽ 66 പേരെ വോട്ടർ ലിസ്റ്റ് ചേർത്തു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി രാജ്യത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാം വിളിച്ചു പറഞ്ഞു. സത്യം എന്തായിരുന്നു? ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ അതൊരു കൂട്ടുകുടുംബമാണ്. കഴിഞ്ഞ 10-40 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാമഹന്മാരടക്കമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. ആ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളെല്ലാം എല്ലാ അഡ്രസ്സിനും വീട്ടു നമ്പറായിട്ട് കൊടുക്കുന്ന അവരുടെ അഡ്രസ്സാണ്. ഈ വീട്ടു നമ്പർ കൊടുത്തത് കോൺഗ്രസ് സർക്കാരാണ്. അതായത് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന വോട്ട് ചോരി, വോട്ട് ഇരട്ടിപ്പ് എന്ന് പറയുന്ന ആ വീട്ടു നമ്പർ കൊടുത്തത് കോൺഗ്രസ്സുകാരാണ് എന്ന് പോലും അറിയാത്തവരാണ് ഇവര്. എന്താ ആ സമയത്ത് അവിടുത്തെ കോൺഗ്രസ്സുകാർ ഇതിനകത്ത് ആക്ഷേപം ഉന്നയിക്കാതിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 4-5 മാസം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വരും പുതിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില നുണകൾ പറയണം. അത് ഈ കോൺഗ്രസ് പ്രവർത്തകരോട് അടക്കമുള്ള ആൾക്കാരോടാണ്. അല്ലാതെ കോൺഗ്രസിന്റെ ഹരിയാനയിലെ ആളുകൾ പരാതി പറഞ്ഞിട്ടില്ല, ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ പരാതി പറഞ്ഞിട്ടില്ല. ഇന്നത്തെ വിജയം എന്ന് പറയുന്നത് ഇത് അതോടെ പറഞ്ഞു നിർത്തും. ഇന്നത്തെ ബീഹാറിലെ NDAയുടെ വിജയം എന്ന് പറയുന്നത് അത് ലോകത്തിന് നമുക്കൊന്ന് പോകണം. കോൺഗ്രസ് ഒരേ ഒരു സീറ്റിൽ ബീഹാറിൽ ലീഡ് ചെയ്യുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടത്. ഇതിന്റെ കൂടെ ഈ രാജ്യം അത് തന്നെ ഓക്കെ. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ടുള്ള ബീഹാറിൽ പല രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള, അത് വിജയിച്ചിട്ടുള്ള ആ സ്ഥലമായിട്ടുള്ള ബീഹാറിൽ അവിടുത്തെ ജനം ഒരു പുതിയ പരീക്ഷണം നടത്തിയെന്നേ. ഇന്ന് അവർ ലോകത്തിന് പുതിയൊരു മെസ്സേജ് കൊടുത്തു. എന്താ അറിയോ? ഇന്ന് ബീഹാറിലെ ജനത ലോകത്തിനോട് പറഞ്ഞത് ബംഗ്ലാദേശിൽ നടക്കുന്നതോ, നേപ്പാളിൽ നടക്കുന്നതോ, ശ്രീലങ്കയിൽ നടക്കുന്നതോ, പാകിസ്ഥാനിലോ നടക്കുന്നത് പോലെയുള്ള അരാജകത്വം ഞങ്ങളുടെ നാട്ടിൽ വാഴാൻ ഞങ്ങൾ അനുവദിക്കൂലെന്ന്. ഇവിടുത്തെ ജൻസികളടക്കം അടക്കമുള്ളവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും വികസനത്തിന്
വേണ്ടി വോട്ട് ചെയ്യുന്നവരാണെന്നും ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിവസം കൂടിയാണ് ഇന്ന്. എന്തേ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഒന്ന് ആലോചിച്ചോളെ, സ്വയം വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരോട് പറയാ, നിങ്ങൾ വിപ്ലവം നടത്തൂ, ഞങ്ങളെ ഭരണത്തിലേറ്റുമെന്ന്. വിപ്ലവം നടത്തിയല്ലോ. രാജ്യത്തെ ജൻസിക്കാർ വിപ്ലവം നടത്തിയല്ലോ. ബീഹാറിലെ ജൻസിക്കാർ വിപ്ലവം നടത്തിയല്ലോ. ബീഹാറിലെ ജൻസി വിപ്ലവം നടത്തി. ആ വിപ്ലവം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ പാതയിലൂടെ വികസനത്തിന് വേണ്ടി NDAക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അവർ തീരുമാനിച്ചു. ആ ബീഹാർ ജനത തീരുമാനിച്ചു. ഏകദേശം ബീഹാറിന്റെ മുഴുവൻ ജനസംഖ്യ എന്ന് പറയുന്നത് 13.5 കോടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 15 കോടിയാണ്. വോട്ടേഴ്സ് ഏകദേശം 7.5 കോടിയും. അത്ര വലിയ ഒരു സംസ്ഥാനമായിട്ടുള്ള അത്ര വലിയൊരു ജനവിഭാഗം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു, ഈ രാജ്യത്ത് വികസനമാണ് വേണ്ടത്, ഈ രാജ്യത്ത് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനമാണ് വേണ്ടത്, ഈ സംസ്ഥാനത്ത് നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനമാണ് വേണ്ടത്, അതുകൊണ്ട് ഇവിടെ NDA മതി, അതുകൊണ്ട് ഇവിടെ BJP മതി, അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് വേണ്ട. എന്തൊക്കെ കോലാഹലമായിരുന്നു. ഇപ്പൊ ഒന്നിലോട്ട് വന്നിട്ടുണ്ടല്ലോ, വോട്ടർ അധികാര യാത്ര എന്തൊക്കെയായിരുന്നു. എനിക്ക് തോന്നുന്നു ബീഹാറിലേക്കാളും വലിയ ആഘോഷം കേരളത്തിലായിരുന്നു. കേരളത്തിലെ ചില മാധ്യമങ്ങൾ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ BJP വിരുദ്ധർ മുഴുവൻ വോട്ടേഴ്സ് യാത്ര നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു, റാലി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു, പിടിച്ചെടുക്കും. എവിടെ പിടിച്ചടക്കി? ഒരു ഇലക്ഷൻ ആണെങ്കിൽ പറയാം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എത്രയോ തിരഞ്ഞെടുപ്പുകൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, കോൺഗ്രസ്സുകാർ ഇത് തന്നെ പറയണം, കോൺഗ്രസ്സുകാർ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ ഒരു ശരാശരി വോട്ടറിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യല്ലേ ഇവർ ചെയ്യുന്നത്? ഒരു ശരാശരി വോട്ടറിന്റെ ആത്മാർത്ഥതയെ അല്ലെങ്കിൽ അതിന്റെ കഴിവിനെ വില കുറച്ച് കാണുകയല്ലേ ഇവർ ചെയ്യുന്നത്? ഇവർ വോട്ടേഴ്സ് അധികാര റാലി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറഞ്ഞെന്താ, ഇവിടെ വോട്ട് ചോരി നടക്കുന്നു, ഇവിടുത്തെ ദളിതന്റെ വോട്ട് ചോരുന്നു, കട്ടുകൊണ്ട് പോകുന്നു, ഇവിടുത്തെ ആദിവാസിയുടെ വോട്ട് കൊണ്ടുവന്നു, ഇവിടുത്തെ പിന്നോക്കക്കാരന്റെ വോട്ട് കൊണ്ടുവന്നു. എവിടെ? ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി ദ്രൗപദി മുർമു ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, OBC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ, അതൊന്നും പോരാഞ്ഞിട്ട് ചിരാഗ് പാസ്വാനെ പോലെ ഒരാൾ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇവർ പറയാണ് ആദിവാസികളുടെ ദളിതിന്റെ വോട്ടുകൾ മോഷിച്ചുകൊണ്ട് പോകുന്നു. ആര് വിശ്വസിക്കും? ഇവരുടെ വിചാരം എന്താ? ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മഹാത്മാക്കളാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാര് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരല്ല ഇവരുടെ കൂടെ പോകുന്നോ? ആ കാലമൊക്കെ കഴിഞ്ഞൂന്നേ. ആ ഒരു ബോധം ഇവർക്ക് വേണ്ട. ഇപ്പൊ നോക്കൂ, ചിരാഗ് പാസ്വാൻ LJP 29-22 സീറ്റും ജയിച്ചു. കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് 65 സീറ്റ് നിന്നിട്ട് ഇപ്പൊ ഉള്ള ലീഡ് അനുസരിച്ചിട്ട് 1. ചിരാഗ് പാസ്വാന് കിട്ടിയിട്ടുള്ളത് 22 സീറ്റ്. അപ്പൊ ദളിതർ ആരുടെ കൂടെയാ? ദളിതർ ആരെ വിശ്വസിച്ചിട്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം, ഈ രാജ്യത്തെ 22 ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ, ഈ രാജ്യത്തെ വോട്ടേഴ്സിനെ വില കുറച്ച് കാണാൻ നിങ്ങൾ കഴിവില്ലാത്തവരാണ്, നിങ്ങളെ ആരും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കൊടുത്ത തിരിച്ചടി കൂടിയാണ് ഈ ഇലക്ഷൻ. ഇവർ ഇത് തന്നെ പറഞ്ഞാൽ ഇനിയും ഇവരെ ജനങ്ങൾ തൂത്തെറിയും. ഞാൻ എത്താം ശ്യാംരാജ്, ഞാൻ എത്താം.